ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി അച്ചാർ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതും കൂടാതെ തന്നെ ഇൻസ്റ്റൻ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി അച്ചാറാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇതിന് ഞാൻ മാങ്ങ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ രണ്ട് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഇതുപോലെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ആദ്യത്തെ പണി അതാണ് കേട്ടോ. ക്ഷമയോടുകൂടി സദ്യയ്ക്ക് അരിഞ്ഞെടുക്കുന്ന പോലെ ചെറുതായിട്ട് കുനുകുനാന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയൊരു അടിപൊളി അച്ചാർ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ചിലവർക്ക് അച്ചാറൊക്കെ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര മടിയായിക്കാറല്ലേ. അപ്പോൾ ഇത് അത്രയൊന്നുമില്ല കേട്ടോ. ഒരു 10 മിനിറ്റിൽ നമുക്ക് അടിപൊളി അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അച്ചാർ ഇഷ്ടമുള്ളവർ ഒരുപാട് പേരുണ്ടാവില്ലേ. എനിക്കൊത്തിരി ഇഷ്ടമാണ് കേട്ടോ അച്ചാറുകൾ കഴിക്കാൻ. മാങ്ങ അച്ചാർ പിന്നെ തന്നെ വേണ്ട കേട്ടോ. എല്ലാ അച്ചാർ കഴിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ അച്ചാർ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട് കേട്ടോ മാങ്ങ. അപ്പോൾ ഈസി ആയിട്ട് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു അച്ചാറാണ് കേട്ടോ. ഇതാ വന്നു, അത്ര മതി സമയം. എല്ലാം ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക കേട്ടോ. 10 മിനിറ്റ് മതി. അപ്പോൾ ഈ ഉപ്പൊക്കെ നന്നായിട്ടൊന്ന് ഇതുപോലെ മെൽറ്റായി വരുമ്പോൾ മതിയാവും. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് ഒരു 1.5 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണോളം കായപ്പൊടി, വിനാഗിരി ഒഴിച്ച് കൊടുക്കുക, വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല. എന്നിട്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എല്ലായിടത്തും ഉപ്പും മുളകും എല്ലായിടത്തും ഓക്കെ ആവും. അപ്പോൾ അടിപൊളിയായിട്ട് ഇൻസ്റ്റൻ്റായിട്ടുള്ള അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്ര സമയം മതി. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ. കിടുക്കാച്ചി അച്ചാറാണ് കേട്ടോ. എനിക്കൊക്കെ ചോറിൻ്റെ കൂടെ അച്ചാറില്ലാണ്ട് ചോറ് കഴിക്കാൻ ഇഷ്ടമല്ല കേട്ടോ. നിങ്ങൾക്ക് അതുപോലെയാണോ എന്ന് കമൻറ്റ് ചെയ്യുക. ചിലർക്ക് അച്ചാർ ഇഷ്ടമായിരിക്കും, ചിലർക്ക് ഇഷ്ടാവില്ല. അപ്പോൾ ഇതുപോലൊരു ഗ്ലാസ് കണ്ടെയ്നറിലോട്ട് ഞാനൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടുവരാതെ ഇരിക്കും കേട്ടോ. അപ്പോൾ നനഞ്ഞ സ്പൂണുകൾ ഉപയോഗിക്കാതെ ഇരുന്നാൽ മതിയാവും. അപ്പോൾ ഇതുപോലെ ഞാൻ എല്ലാം ഫുള്ളായിട്ട് കണ്ടെയ്നറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ അച്ചാർ ഇഷ്ടമുള്ളവർ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അതിൻ്റെ ടേസ്റ്റ് മനസ്സിലാവും കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുണ്ടാക്കല്ലേ ഇതുപോലെ. താങ്ക്സ് ഫോർ വാച്ചിങ്. അസ്സലാമു അലൈക്കും. ബൈ ബൈ.